ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത. യുകെയിൽ ഇനി ടൂറിസ്റ്റായി വന്നും ജോലി ചെയ്യാം. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെയും ചെറുപ്പക്കാരുടെയും സ്വപ്ന ഭൂമികയാണ് യുകെ. നാട്ടിൽ ഏതെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സോ അക്കാദമിക് ബിരുദമോ നേടിയ ശേഷം എങ്ങനെയും യുകെയിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ അധികവും. ഇത്തരത്തിൽ യുകെയിലേക്ക് പറക്കാൻ കാത്തിരിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്തയാണ് ഈ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ സാധ്യതകളും മെച്ചപ്പെട്ട വരുമാനവും ഇൻഷുറൻസ്, മെഡിക്കൽ കെയർ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമൊക്കെ അവിടെ ഉണ്ട് എന്നതാണ് ചെറുപ്പക്കാരെ യുകെയിലേക്ക് ആകർഷിക്കുന്നത്. വിസിറ്റിംഗ് വിസയിൽ രാജ്യത്ത് എത്തുന്നവർക്ക് ആ വിസയുടെ കാലയളവിൽ തൊഴിലെടുക്കാനും അവസരം നൽകാൻ ഒരുങ്ങുകയാണ് യുകെ. ഇതിനായി വിസ നിയമങ്ങളിൽ ഉടൻ മാറ്റം വരുത്തും. യുകെയിലേക്ക് ടൂറിസ്റ്റ് വിസയിലെത്തുന്ന വ്യക്തികൾക്ക് ബിസിനസ് ക്ലയന്റുമായി ചേർന്ന് പ്രവർത്തിക്കാനും വിദൂര ജോലി ചെയ്യാനും അനുവദിക്കുന്ന വിധത്തിലാണ് മാറ്റം വരുത്തുക. ഇത് രാജ്യത്തെ ടൂറിസവും ബിസിനസ്സും മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. വിസിറ്റർ വിസകളിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ യുകെ സർക്കാർ പുറത്തുവിട്ടു. ജനുവരി 31 മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബിസിനസ് സന്ദർശക നിയമങ്ങൾ വിപുലീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ മാസം ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജെറമി ഹണ്ട് വ്യക്തമാക്കിയിരുന്നു. ശുചിത്വമുള്ള അന്തരീക്ഷവും നല്ല കാലാവസ്ഥയുമാണ് ചെറുപ്പക്കാരെ അവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. അതുകൊണ്ട് തന്നെ നാട്ടിൽ പഠനം കഴിഞ്ഞാൽ ഉടൻ യുകെയിലേക്ക് പറക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ചെറുപ്പക്കാർ. വിസിറ്റർ വിസകളിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിസിറ്റിംഗ് വിസയിൽ യുകെയിലെത്തുന്ന സന്ദർശകർക്ക് ഇനി മുതൽ യുകെയിൽ ജോലിയും ചെയ്യാം. എന്നാൽ യുകെയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ജോലി തേടൽ ആകരുത്. ശാസ്ത്രജ്ഞർ, ഗവേഷകർ തുടങ്ങിയവർക്ക് യുകെയിൽ ഗവേഷണങ്ങൾ നടത്താം. എന്നാൽ 12 മാസത്തെ വിസിറ്റ് വിസയിൽ എത്തുന്നവർക്കും യുകെയിൽ എത്തിയ ശേഷം വിസ ദീർഘിപ്പിക്കുന്നവർക്കും ഇത് സാധിക്കില്ല. രാജ്യത്ത് എത്തുന്ന അഭിഭാഷകർക്ക് നിയമോപദേശം നൽകൽ, നിയമ നടപടികളിൽ പങ്കെടുക്കൽ, പഠിപ്പിക്കൽ പോലുള്ള അധിക പ്രവൃത്തികളിൽ ഏർപ്പെടാം. അതുപോലെ സന്ദർശക വിസയിലെത്തുന്ന പ്രാസംഗികർക്ക് അവർ നടത്തുന്ന പരിപാടികൾക്ക് പണം ഈടാക്കാനാകും. ആശ്രിത വിലക്ക് യുകെയിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കായി യുകെയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ ആശ്രിതരെ ഒപ്പം കൂട്ടുന്നതിനുള്ള നിയന്ത്രണം ജനുവരി 1 മുതൽ പ്രാബല്യത്തിലായി കഴിഞ്ഞു. രാജ്യത്തേക്കുള്ള കുടിയേറ്റം കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു നടപടി. ഇനി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് പ്രോഗ്രാമുകൾ ചെയ്യാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആശ്രിത വിസയിൽ കുടുംബാംഗങ്ങളെ ബ്രിട്ടനിൽ എത്തിക്കാനാകൂ. മാത്രമല്ല, പഠനം പൂർത്തിയാക്കാതെ വിദേശ വിദ്യാർത്ഥികൾക്ക് ഇനി സ്റ്റുഡന്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലേക്ക് മാറാനുമാകില്ല. പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നേടാൻ നിലവിലുള്ള നിബന്ധനകൾക്ക് മാറ്റമില്ല. ഈ വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ വിസിറ്റർ വിസ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഫിനാൻഷ്യൽ ഗൈഡിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.